ഹലോ ഹായ്, ഞാൻ ഷബീർ പുള്ളിയിൽ. സമകാലികമായിട്ട് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പല രക്ഷിതാക്കളുമായിട്ട് സംവദിച്ചപ്പോൾ കിട്ടിയ ഒരു ആശയമാണ് ഓൺലൈൻ ക്ലാസ്സും രക്ഷിതാക്കളും കുട്ടികളും എന്നുള്ള വിഷയം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്തെന്ന് വെച്ചാൽ, നമ്മൾ രക്ഷിതാക്കൾ സംസാരിച്ചപ്പോഴാണ് ഇത് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുതിർന്നത്. പ്രിയമുള്ളവരെ, ഓൺലൈൻ ക്ലാസ് എന്തായിരുന്നാലും സ്കൂളിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൽ വന്ന് നേരിട്ട് പഠിക്കുന്നതിൻ്റെ ആ ഒരു സംവിധാനങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഏതൊരു കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. നന്നായി പഠിക്കാൻ ആവശ്യബോധമുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ക്ലാസ്സുകൾ കിട്ടുന്നു, ആ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ അവസരം ലഭിക്കുന്നു, അവർക്ക് നോട്ടുകൾ ലഭിക്കുന്നു, ആ നോട്ടുകൾ എഴുതിയെടുത്തിട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് പഠിക്കാൻ അവസരം ലഭിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങളാണ്. പക്ഷേ പൊതുവെ മനുഷ്യ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവസരങ്ങളെ അവർ നഷ്ടപ്പെടുത്തുകയാണ് പതിവ്. അത് പറയുന്നതിനൊരു പരിധി വെച്ചിട്ട് രക്ഷിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അനുസരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ കളങ്കം വരുത്തുന്ന രീതിയിൽ കുട്ടികൾ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അസ്വസ്ഥതകളാണ് ഈ രക്ഷിതാക്കൾ കോൾ ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിലേക്ക് മുതിർന്നതാണ്. നോക്കാം, എന്താണ് ശരിക്കും നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ രക്ഷിതാക്കൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫോണും അല്ലെങ്കിൽ ഒരു ടി വിയും ഒരുപാട് കുട്ടികളും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കുട്ടികളും എന്നുള്ളതാണ്. ഒരേ സമയത്ത് ക്ലാസ് നടക്കുന്നു എന്നുള്ള പ്രയാസമുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആ ഒരു കാര്യത്തെ കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രയാസം, അത് കുട്ടികൾ തമ്മിൽ ആവശ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, ഇതാണ് ഒന്ന് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അഥവാ ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടുതൽ കുട്ടികൾക്ക് ആവശ്യവും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. അവരുടെ ഫോണാണെങ്കിലും മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് വസ്തുക്കളാണെങ്കിലും, ടി വി ആവട്ടെ, ടാബ് ആവട്ടെ, എന്തും ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. അഥവാ രാവിലെ എണീറ്റത് മുതൽ ഒരു മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഉള്ള ചാനലുകളിലൂടെയുള്ള ക്ലാസ്സുകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച, കണ്ടിന്യൂസ് ആയിട്ടുള്ള പോക്ക്, ഒരു പക്ഷേ കുട്ടി കിടന്നുറങ്ങുന്നത് വരെ അല്ലെങ്കിൽ വ്യക്തി കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയത്ത് ഇതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെറ്റ് പ്രോബ്ലംസ് ആയിരുന്നു. സാങ്കേതിക തകരാറുകൾ. ചില വീടിൻ്റെ ഏരിയകൾ, ചില സ്ഥലങ്ങളിൽ റേഞ്ച് കിട്ടാതെ പോകുന്നു, അത് കൃത്യമായിട്ട് ഇല്ല. അപ്പോൾ റേഞ്ച് തപ്പിക്കൊണ്ട് കുറേ സമയം അതുമേ ഇരിക്കുന്ന, അത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയും വേറെ ടീമുകൾക്കുണ്ട്. പിന്നെ ചില രക്ഷിതാക്കൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, വർക്ക് കുട്ടികൾ ക്ലാസ് കാണുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റഡി പഠനം നടക്കുന്നില്ല, പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നില്ല. ഇതിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് കുറേ സമയം അതിൻ്റെ ക്ലാസ് കേൾക്കുന്നു, അതിൽ ചെയ്യാനുള്ള വർക്കുകളൊക്കെ എഴുതിയെടുക്കുന്നു, അത് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നു, ബാക്കി സമയത്ത് വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ കളിക്കുന്നു ഉള്ളതാണ്. അഥവാ ശരിയായിട്ട് പറഞ്ഞാൽ പഠനം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് വേറെ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രക്ഷിതാക്കൾ ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ പഠിക്കുന്നു, അവർ മറ്റെന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് പറഞ്ഞു കൊടുത്ത് ഫലിപ്പിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ അത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്ക. വേറെ ഒന്ന്, നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന, രക്ഷിതാക്കൾ പറഞ്ഞതല്ല പക്ഷെ എങ്കിൽ പോലും മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. സ്വാഭാവികമായിട്ടും കണ്ണിനുള്ള പ്രയാസങ്ങൾ, നമ്മുടെ കുനിഞ്ഞിരിക്കുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ, അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്കാരം തന്നെ മാറിയ ഒരവസ്ഥയാണ്. എല്ലാവരും അനുവദനീയമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. അനുവദനീയം എന്ന് പറഞ്ഞാൽ, രക്ഷിതാക്കളൊക്കെ ഒരു കാലത്ത് മൊബൈൽ ഉപയോഗിക്കരുത്, ടി വി കണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞ ആളുകൾ കുട്ടികളെ വലിച്ചു കൊണ്ടുപോയി, കളിസ്ഥലത്ത് നിന്ന് വലിച്ചു കൊണ്ടുപോയി ടി വി ഒന്ന് കാണു, മൊബൈൽ ഒന്ന് ഉപയോഗിക്കുക എന്ന് പറയുന്ന വിരോധാഭാസ കാലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു സംസ്കാരം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നത് കുറച്ച് അപ്പുറത്തുള്ള കാലഘട്ടങ്ങളിലാണ്. നമ്മൾ ഉപയോഗിച്ചതിനൊക്കെ ഉള്ള ഫലം വരാനിരിക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബോധ്യം വരാത്തത് കൊണ്ടാണ്. ആരോഗ്യ പ്രശ്നത്തിന് പുറമേ ആയിക്കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞൊരു വ്യാജ പഠനം നടക്കുന്നുണ്ട്. വ്യാജ പഠനം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നു, ഒരു പക്ഷേ ക്ലാസ്സുകൾ കാണുന്ന വ്യാജേന
മറ്റെന്തെങ്കിലും അവസരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒന്ന്. വേറെ ഒന്ന്, ചില കുട്ടികളുടെ സാങ്കേതിക കഴിവുകൾ കൊണ്ട് അവർ പുറത്തേക്ക് ക്ലാസിന്റെ ശബ്ദവും അകത്ത് ടോം ആൻഡ് ജെറിയും ആകുന്ന അല്ലെങ്കിൽ കാർട്ടൂൺ ആകുന്ന അവസ്ഥ. അതുമല്ലെങ്കിൽ ഈ പഠിക്കുക എന്നുള്ള വ്യാജേന മൊബൈൽ വാങ്ങിക്കൊണ്ടുപോയി കൂടുതൽ സമയം ഗെയിമിലും മറ്റും അഡിക്റ്റ് ആയിക്കൊണ്ട് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ രക്ഷിതാക്കളുമായിട്ടുള്ള സംസാരത്തിൽ മനസ്സിലായത് അധിക കുട്ടികളും ഗെയിമിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്വാറന്റൈൻ കാലഘട്ടത്തിലാണ്. ഇതിന് മുമ്പ് എന്താന്ന് പോലും ഗെയിമിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത കുട്ടികൾ ഇപ്പോൾ അതിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ദുരവസ്ഥ കേൾക്കാനിടയാകുന്നുണ്ട്. ജാഗ്രത പാലിക്കുക. അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ജീവിത താളം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള തൊട്ടടുത്തുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഇതിൽ നിന്നും മോചിതരായാൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് രക്ഷിതാക്കൾക്ക് മാറാനിടയുണ്ട്. അപ്പോൾ ഇതൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതിന് നിശ്ചിത കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗം നിർത്തണം എന്നുള്ള വാർണിങ്സ് കൊടുത്തുകൊണ്ടേയിരിക്കൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ടുമായി ബന്ധപ്പെട്ട് കറണ്ട് നന്നായി ഉപയോഗം വരുന്ന ഒരു സമയം. ഇപ്പോൾ TV ആണെങ്കിൽ കൂടുതൽ സമയം ഉപയോഗപ്പെടുന്നു, മൊബൈൽ ചാർജർ അത്ര വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും ഇതിനൊക്കെയുള്ള എല്ലാം ഒരു അധികരിച്ചുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്ക് ഇതൊക്കെ പരിഹരിക്കാനുള്ള ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പരമാവധി നോക്കുക എന്നുള്ളതാണ്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആശങ്ക, നമ്മുടെ ഈ പ്രയാസം വന്ന സമയത്ത് മറ്റൊരു മാർഗമില്ലാത്തപ്പോഴാണ് നമ്മൾ ഓൺലൈനിലേക്ക് കയറേണ്ടി വന്നത്, ഇത്ര കൂടുതൽ സമയം ഉപയോഗിക്കേണ്ടി വന്നത്. സോ അതൊരു പരിഹാരമായിരുന്നു. നമുക്ക് തീരെ ഇല്ലാത്തതിനേക്കാൾ നല്ലത് കുറച്ചെന്തെങ്കിലും കിട്ടലാണ്. അപ്പോൾ ആ ഒരു പരിഹാരമായിരുന്നു ശരിക്കും ഓൺലൈൻ ക്ലാസ്സുകൾ. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാത്തത് മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചില ചെറിയ ചെറിയ പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ്. എന്താണ് ചെറിയ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിൾ, ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിലാണെങ്കിലും മറ്റും ടൈം ടേബിൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രമം നമ്മുടെ ഐഡിയ വേണം. രക്ഷിതാവിനും വേണം, കുട്ടിക്കും വേണം. എന്നിട്ട് എത്ര കുട്ടികൾ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രത്യേക ടൈം ടേബിൾ. കാരണം ഇത് യൂട്യൂബിലും മറ്റുമായിട്ട് എക്സ്ട്രാ ക്ലാസ്സുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇത്ര സമയമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ കുട്ടിയുടെ സമയത്ത് കൃത്യമായിട്ട് ആ കുട്ടി അത് ചെയ്ത് തീർത്തിരിക്കണം. പിന്നെയുള്ള ബാക്കി സമയം മറ്റു കുട്ടികൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത കുട്ടി പഠനത്തിന് വേണ്ടി സമയം ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ ഒരു ചിട്ടയായിട്ടുള്ള ടൈം ടേബിൾ സിസ്റ്റം വീട്ടിൽ കൊണ്ടുവരിക. അല്ലാതെ ഒരു രക്ഷയും നമുക്കില്ല. ആ ടൈം ടേബിൾ സിസ്റ്റത്തിലേക്ക് രക്ഷിതാക്കളുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുക. ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് മുതൽ അത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും രക്ഷിതാക്കളുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ ഒരു സൊല്യൂഷനായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. കാരണം പുനർസംപ്രേഷണമായിട്ടുള്ള ചാനലുകൾ തന്നെ പുനർസംപ്രേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിശ്ചിതമായിട്ടുള്ള സമയം അതിന് കാണുക. അപ്പോൾ ടൈം ടേബിളിൽ തന്നെ നമ്മൾ കണ്ടെത്തുമ്പോൾ ഒരു സമയം, നിശ്ചിത സമയം. ചില സമയങ്ങളിൽ അതിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം മാത്രമല്ല, ഒരു കുറച്ച് റെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മാറ്റി വെക്കാനുള്ള ഒരു സമയം. ദിവസം ഒരേ സമയം തന്നെ ആക്കണമെന്നില്ല, പക്ഷേ ഒരു നിശ്ചിത സമയം, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് കുടുംബത്തോടും മറ്റും സംസാരിച്ചും മറ്റും ഇരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എക്സ്ട്രാ സമയത്ത് നമ്മൾ കണ്ടെത്തുക എന്നതാണ്. അതൊരു പരിഹാരമായിട്ട് കാണാൻ കരുതുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പൊതുവെ നോക്കുമ്പോഴൊക്കെ ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഒരു നിശ്ചിത സമയം മാറ്റി വെച്ചിട്ട് അത് കൃത്യമായിട്ട് പാരൻസിനോടൊപ്പം മക്കളോടൊപ്പം ഒക്കെ ഉണ്ടാവുന്ന സന്തോഷങ്ങൾ പങ്കിടുന്ന അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റുക. ഇത് നല്ല ഭാവിക്ക് ഉതകുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകണം. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നെറ്റ്വർക്കിൻ്റെ ആയിരുന്നു. നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ സോൾവിങ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഏത് സിം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത്, അതല്ലാതെ നമ്മൾ ഏരിയയിൽ ഏറ്റവും നല്ല സിം ഏതാണ്, ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് കുറച്ച് ഫാസ്റ്റായിട്ട്, കാരണം ലോകം വളരെ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനൊപ്പം നമുക്ക് എത്തണമെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ശരിയല്ല, എൻ്റെ കയ്യിൽ നമുക്ക് ഇവിടെ പോർട്ട് ചെയ്യാനൊക്കെയുള്ള സിസ്റ്റം ഒക്കെ ഉള്ള കാലഘട്ടമാണ്. സോ നമുക്ക് ഏറ്റവും ഉചിതമായ സിം ഏതാണ് അതിനനുസരിച്ച് അതിലേക്ക് മാറിക്കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ഇതിലേക്ക്, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്രോബ്ലം മാറ്റാനുള്ള സംവിധാനം ഒരുക്കലാണ്. ചിലപ്പോൾ ഒരു ഫോൺ കോൾ മതിയാവും നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസ് കിട്ടാൻ. ആ ഫോൺ കോളിൽ നിന്ന് ഐഡിയ കിട്ടിയത് ജസ്റ്റ് ഒന്ന് പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതിനെ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും. ഒരുപാട് സമയം എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് സത്യം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ പഠനത്തിനൊരു സമയം കണ്ടെത്തുക.
പഠനത്തിനൊരു സമയം കണ്ടെത്തുക. അങ്ങനെ പറയാൻ കാരണം എന്താ? പഠനത്തിന് സമയം കണ്ടെത്തുക എന്ന് പറയാം, നമ്മളിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അഥവാ ആളുകൾ, കുട്ടികളൊക്കെ നന്നായി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ക്ലാസ് കാണുന്നുണ്ട്, രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അവൻ എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ ആ ഒരു പഠനം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. അപ്പോൾ അതിനൊരു സമയം, രാത്രിയിൽ ഒരു കൃത്യസമയം, 1 മണിക്കൂറെങ്കിലും കുട്ടികൾ ദയവായിട്ട് അന്നന്ന് കിട്ടിയ കാര്യങ്ങളൊന്ന് അയവിറക്കുന്നതിന് വേണ്ടിയിട്ട്, ഒന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു സ്പഷ്ടീകരണം നടക്കണം, ഒരു കോൺക്രീറ്റ്, ഒരു ഉറപ്പുണ്ടാവണം. ഏത് സമയത്ത് നമ്മളോട് ചോദിക്കുമ്പോഴും ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാനുള്ള സംവിധാനമാണ് ശരിക്കും പഠനം എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചത് കൊണ്ട് പഠിച്ചോളം എന്നില്ല, നമ്മൾ എഴുതിയത് കൊണ്ട് പഠിച്ചോളം എന്നില്ല. പക്ഷെ നമുക്ക് ഏത് രീതിയാണ് നമുക്ക് ആപ്റ്റ് ആയത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? ഉറപ്പിച്ച് വെക്കണം. എന്തൊരു കാര്യം ഉറച്ചു നിൽക്കണം. ആ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പഠനത്തെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു രാത്രി ഒരു സമയമെങ്കിലും നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഉചിതമായത്. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, രക്ഷിതാക്കൾ ദയവായിട്ട്, എനിക്കറിയില്ല, എനിക്ക് മൊബൈലിനെ കുറിച്ച് അറിയില്ല, എനിക്ക് പാഠഭാഗങ്ങൾ അറിയില്ല, അറിവില്ലായ്മ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരത് ഗ്രഹിച്ചെടുക്കുന്നത് എൻ്റെ ഫാദറിന്, എൻ്റെ മദറിന് ഇതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ വീണ്ടും മൊബൈലിലെ മറ്റു കാര്യങ്ങളിലേക്ക് അവർ പോകുന്നത്. സ്വാഭാവികമായിട്ടും എനിക്കറിയാം എന്നുള്ള ആശയം പറയുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ പോലും അവരുടെ കൂടെ സാന്നിധ്യം അറിയിക്കുക. സാന്നിധ്യം അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, കാര്യങ്ങൾ മാത്രമേ ചെയ്തോളൂ. മാത്രമല്ല, നിങ്ങൾക്ക് അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് വരികയും ചെയ്യും. ഈ രീതിയാണ്. നമ്മൾ ദൂരെ മാറി നിന്നിട്ട് എനിക്കൊന്നും പഠിപ്പിക്കാൻ അറിയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊരു മടിയുടെ ലക്ഷണമാണ്. ഒരിക്കലും രക്ഷിതാക്കൾ അങ്ങനെ ചെയ്യരുത്. മടി മാറ്റിക്കൊണ്ട് രംഗപ്രവേശനം നടത്തുക, കുട്ടികളുടെ കൂടെ സാന്നിധ്യം അറിയിക്കുക. എന്തായാലും ചേഞ്ച് വന്നിരിക്കും എന്നുള്ളതാണ് ശരി. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറ്റം വരുത്താനുള്ളത് എന്താ വെച്ചാൽ ടൈം ഷെഡ്യൂൾ വെക്കുക തന്നെയാണ്. ടൈം ഷെഡ്യൂൾ നിർത്തണം. നമുക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ ചിലപ്പോൾ തുടങ്ങാൻ വൈകും, അതുപോലെ തന്നെ അവസാനിക്കാൻ വൈകും. ഈ തുടങ്ങൽ കൃത്യമാണെങ്കിലും അവസാനിപ്പിക്കാൻ വൈകിക്കാറുണ്ട്, മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ചിന്ത പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിലേ വരാത്ത രീതിയിൽ കൃത്യസമയത്ത് അത് നിർത്തും എന്നുള്ളൊരു വാശി ഉണ്ടെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ടാണ് കുട്ടികൾ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. ഈ പഠന വ്യാജം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കത് പഠിക്കേണ്ട സമയമായിട്ട് നമ്മൾ മുൻകൂറാക്കി വെച്ച മനസ്സിൽ കരുതിയ സംഭവത്തിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ TV ആണെങ്കിൽ ചാനൽ മാറ്റി കളിക്കുക, എന്നിട്ട് അതിൽ വേറെ ചാനലുകളിലൊക്കെ പോയിട്ടിരിക്കുക, ആവശ്യമുള്ള സമയത്ത് വീണ്ടും പഠനത്തിലേക്ക് വരിക, അപ്പോഴേക്കും അത് ഏകദേശം തീർന്നിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ മൊബൈലിൽ വേറെ എന്തെങ്കിലും നെക്കി കളിക്കുക, പിന്നെ അത് വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് ആക്കുക, വീഡിയോസ് കാണുക, ഗെയിം കളിക്കുക, മറ്റു അവസ്ഥയിലേക്ക് മാറുക. പിന്നെ ചില കുട്ടികൾ പറയുന്നുണ്ട്, ചില രക്ഷിതാക്കൾ പറയുന്നുണ്ട്, വേഗത്തിൽ ഓടിച്ചു വിട്ട് കാണുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അതങ്ങനെ ഫാസ്റ്റ് ആക്കിയിട്ട് വിട്ടിട്ട് വീഡിയോ കണ്ട് തീർക്കുക, ക്ലാസ്സുകൾ കണ്ടു എന്ന് ആക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കാഴ്ച, ഇത് ഒഴിവാക്കുക. അപ്പോൾ പഠനം വ്യാജമാക്കാത്ത രീതിയിൽ നല്ല രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക, ടൈം ഷെഡ്യൂൾ വെക്കുക, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ജീവിത താളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സംസ്കാരത്തെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഒരിക്കലും അതിന് പൊരുത്തപ്പെടേണ്ടവരല്ല, മനുഷ്യരാണ് നമ്മൾ. നമുക്ക് ഇങ്ങോട്ട് തന്നെ മാറി വരേണ്ടവരാണ്. നമുക്ക് തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യകൾ മാത്രം ഒതുങ്ങി ജീവിക്കേണ്ടവരല്ല. നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ഇനിയും പള്ളിക്കൂടങ്ങൾ വരാനുണ്ട്, വിദ്യാലയങ്ങൾ വരാനുണ്ട്, നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി വരാനുണ്ട്, സിലബസ് വരാനുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയാണ് വേണ്ടത്. എല്ലാം വെച്ചിട്ട് ഇപ്പോൾ കറണ്ട് ബില്ലിന്റെ കാര്യമാണെങ്കിലൊക്കെ അത് ഉപയോഗത്തിന്റെ കുറവ് തന്നെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇതെല്ലാം വെച്ചിട്ട് ആകെ തുകയിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രക്ഷിതാക്കളുടെ സാന്നിധ്യം തന്നെയാണ് ഒന്നാമത്തെ ഘടകം. രക്ഷിതാക്കൾ മറ്റു വർക്കുകളൊക്കെ മാറ്റി വെക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളും ഒരു ടൈം ടേബിൾ സിസ്റ്റം ആക്കുക, ഇന്ന സമയത്തിന്റെ കാര്യങ്ങളാണ് ഉണ്ടാവുക. ദയവായിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉള്ള രക്ഷിതാക്കളാണെങ്കിൽ അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ കൂടെ സാന്നിധ്യം നിർബന്ധമാക്കുക. മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇനി കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ പോലും അവർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പോയി കൂടെ നിന്നിട്ട് എന്തൊക്കെയാണ് നേടിയത്, എന്തൊക്കെയാണ് കിട്ടിയതെന്ന് ചോദിക്കാനുള്ള സന്മനസ് കാണിക്കുക. ഇന്നലെ എന്താണ് നേടിയത് എന്ന് അറിയുമ്പോഴാണ് ഇന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് അറിയുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ദിവസം കിട്ടിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരും. അതുകൊണ്ട് കാര്യമില്ല, കൃത്യമായിട്ട് ഓരോ ദിവസം കിട്ടിയ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ നന്മകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. രക്ഷിതാക്കളുടെ ആശങ്കകൾ പങ്കുവെച്ചപ്പോൾ ചെയ്യാൻ തോന്നിയ ഒരു ആശയത്തെയാണ് നിങ്ങളിലേക്ക് പങ്കുവെച്ചത്. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പരമാവധി എല്ലാ രക്ഷിതാക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക, വേണ്ട കമൻറ്റ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.